ഹലോ മിഷന്മാരെ, നമസ്കാരം. പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ പറയാൻ പോകുന്ന ഒരു ഫോട്ടോ എഡിറ്റിംഗ് ട്യൂട്ടോറിയലിനെ കുറിച്ചാണ്. എങ്ങനെ നിങ്ങളുടെ ഫോട്ടോയിൽ 3D ടെക്സ്റ്റ് എഫക്ട്സ് ആഡ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. 3D ടെക്സ്റ്റ് എഫക്ട്സ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലുള്ള തരത്തിൽ സബ്ജക്റ്റിന് ബാക്കിലായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന തരത്തിലുള്ള ടെക്സ്റ്റ് എഫക്ട്സ് എങ്ങനെ നമ്മുടെ ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ടെക് ഇൻഫോ മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതിനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ആവശ്യമാണ്. പിക്സാർട്ടാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ആദ്യം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ഫോട്ടോ സെലക്ട് ചെയ്യുക. എങ്ങനെയാണ് ഇത് എഡിറ്റ് ചെയ്യുന്നതെന്ന് ആദ്യം ഒന്ന് പറയാം. നമ്മുടെ ഫോട്ടോ എടുക്കുക, അതിൻ്റെ മുകളിലായിട്ട് ഒരു ടെക്സ്റ്റ് ലെയർ ആഡ് ചെയ്യുക. അവിടെ നിന്നും നമ്മുടെ സബ്ജക്റ്റ് വരുന്ന ഭാഗത്തൊക്കെ ആയിട്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് പ്ലേസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സബ്ജക്റ്റിൻ്റെ മുകളിലായിട്ട് വരുന്ന ടെക്സ്റ്റിൻ്റെ ആ ഒരു ഭാഗം എറേസ് ചെയ്ത് കളയുക. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിൻ്റെ ബാക്കിലായിട്ട് ഈ ടെക്സ്റ്റ് ഇരിക്കുന്നത് പോലെ തോന്നും. അങ്ങനെ ഒരു 3D എഫക്റ്റ് കിട്ടും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം ആദ്യം ചെയ്യേണ്ടത് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ താഴെ സ്വൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും ടെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വേണ്ടുന്ന എന്താണോ അത് ടൈപ്പ് ചെയ്യുക. ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് ഓക്കെ അടിക്കുക. അതിൻ്റെ താഴെയായിട്ട് അതിന് പറ്റുന്ന അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് വേണ്ട രീതിയിലൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. കളറ് മാറ്റാം, ഷാഡോ ഒക്കെ ആഡ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ഇപ്പോൾ തന്നെ ചെയ്യുക. ഇതിന് ശേഷം എറേസ് ചെയ്യുന്നൊരു പാർട്ടിലൂടെയാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. ആ ഒരു സമയത്ത് പിന്നീട് ഈ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യുക. അതിനുശേഷം ഓക്കെ അടിക്കുക. അതിനുശേഷം മുകളിലായിട്ടൊരു എറേസർ ടൂൾ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ആ എറേസറിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ബ്രഷിൻ്റെ ഹാൻഡ്സൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. ആ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സബ്ജക്റ്റിൻ്റെ മുകളിലായിട്ട് വരുന്ന ആ ടെക്സ്റ്റ് മൊത്തവും എറേസ് ചെയ്ത് കളയുക. ഫുള്ളായിട്ട് തന്നെ എറേസ് ചെയ്ത് കളയുക. അതിനുശേഷം സൂം ചെയ്യുക. സൂം ചെയ്തതിന് ശേഷം നിങ്ങൾ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഒരു ബ്രഷിൻ്റെ സൈൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ സബ്ജക്റ്റ് കൊള്ളാത്ത രീതിയിൽ വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ എറേസാക്കി കളഞ്ഞ ആ ടെക്സ്റ്റ് എല്ലാം വീണ്ടും വരുന്നതായിട്ട് കാണാം. സൂം ചെയ്ത് മാക്സിമം ആക്യുറേറ്റ് ആയിട്ട് തന്നെ അത് വരച്ചു കൊടുക്കുക. നമ്മുടെ സബ്ജക്റ്റിൻ്റെ മേളിൽ വരാത്ത രീതിയിൽ അത് വരച്ചു കൊടുക്കുക. അത്രയും ചെയ്തതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഓക്കെ അടിക്കുക. അപ്പോൾ വളരെ ബേസിക്കായിട്ട് എങ്ങനെ ഇത്തരത്തിലുള്ള 3D എഫക്ട്സ് ഉണ്ടാക്കാം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കിയത്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു എഫക്റ്റാണിത്. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇത്തരത്തിലുള്ള ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ എങ്ങനെ കിടിലൻ ടെക്സ്റ്റ് ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു ബേസിക്ക് മാത്രമാണിത്. കൂടുതൽ വീഡിയോസ് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലൻ എപ്പിസോഡുമായി കണ്ടുമുട്ടുന്നതുവരെ ബൈ.